അധിർ രഞ്ജൻ ചൗധരിക്ക് കോൺഗ്രസ് താക്കീത് നൽകിയേക്കും. കാരണം പാർട്ടി അധ്യക്ഷൻ ഖാർഗെയുടെ മുന്നറിയിപ്പിന് ശേഷവും മമതാ ബാനർജിക്ക് നേരെ അധിക്ഷേപം തുടർന്നത് പാർട്ടിക്ക് അത്ര രസിച്ചിട്ടില്ല. കോൺഗ്രസിനെ തകർക്കാൻ നടക്കുന്ന മമതയെ ഇന്ത്യ സഖ്യവുമായി സഹകരിപ്പിക്കാനാവില്ലെന്ന് ആവർത്തിക്കുകയാണ് ചൗധരി. ഇപ്പോഴും മമത അവസരവാദിയാണെന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും വിമർശിക്കുകയാണ് നേതാവ്. 4 ഘട്ടം പിന്നിട്ട വോട്ടെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയ നേട്ടം അവകാശപ്പെടുമ്പോഴാണ് ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ വിവാദ പ്രസ്താവന എത്തിയത്. മമതാ ബാനർജിയെ വിശ്വസിക്കരുതെന്നും തൃണമൂൽ BJP പാളയത്തിലേക്ക് പോകാമെന്നുമായിരുന്നു പരാമർശം. ബംഗാളിലേത് പ്രാദേശിക മത്സരമാണെന്നും ഇന്ത്യ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നുമുള്ള മമതയുടെ പ്രഖ്യാപനത്തോടായിരുന്നു അധിർ രഞ്ജൻ ചൗധരിയുടെ രൂക്ഷ വിമർശനം. എന്നാൽ അധിർ രഞ്ജൻ ചൗധരിയെ പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ. പാർട്ടിയുടെ നിലപാട് പറയാൻ അധിർ രഞ്ജനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അനുസരിക്കാത്തവർ പാർട്ടിക്ക് പുറത്താകുമെന്നുമാണ് ഖാർഗെയുടെ താക്കീത്. അതേസമയം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ തൃണമൂൽ സർക്കാരിൽ ഉണ്ടാകുമെന്നും ഖാർഗെ പറഞ്ഞു വെക്കുന്നുണ്ട്. 1ാം UPA സർക്കാരിൽ ഇടതു പാർട്ടികൾ കോൺഗ്രസിനെ പുറത്തുനിന്ന് പിന്തുണച്ചിരുന്നതായും ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ അധിർ മമതയ്ക്കും തൃണമൂലിനുമെതിരെ നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്നുള്ള അധിറിന്റെ പ്രസ്താവനയാണ് വിവാദത്തിലായത്. ഇതിന്റെ വീഡിയോ തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക X പേജിലൂടെ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരുന്നു. ഇതിനിടെ മമതയ്ക്കെതിരായ തന്റെ വിമർശനങ്ങൾ വ്യക്തിപരമല്ലെന്ന് അധിർ ചൗധരി പ്രതികരിക്കുകയുണ്ടായി. എന്റെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളുമായി ചേരാൻ എനിക്ക് കഴിയില്ല. മമതയ്ക്കെതിരായ എന്റെ പോരാട്ടം ധാർമ്മികമാണ്, വ്യക്തിപരമല്ല. ബംഗാളിലെ എന്റെ പാർട്ടിയെ സംരക്ഷിക്കാനാണ് എന്റെ വിമർശനം. ഞാൻ കോൺഗ്രസിന്റെ പാദസേവകനാണ്. എന്റെ പോരാട്ടം തടയാൻ കഴിയില്ല എന്നാണ് അധിർ രഞ്ജൻ ചൗധരി പ്രതികരിച്ചത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് പിന്തുണ നൽകുമോ എന്ന കാര്യത്തിൽ മുൻപ് പറഞ്ഞ തീരുമാനം തിരുത്തിയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദിവസങ്ങൾക്ക് മുൻപ് എത്തിയത്. പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന തരത്തിലായിരുന്നു മമത മുൻപ് സംസാരിച്ചത്. താനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്നും മമത അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിനുള്ള പിന്തുണയെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മമതയുടെ ഈ വിശദീകരണം. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമ്പോൾ താൻ അതിന്റെ ഭാഗമായിരിക്കുമെന്നും മമത പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിലായിരുന്നു മമതയുടെ പരാമർശങ്ങൾ. താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലുണ്ടെന്നും ഞാനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്നും മമത പറയുകയുണ്ടായി. ബംഗാളിൽ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു അവർ. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ മമത തീരുമാനിച്ചത്. പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നായിരുന്നു മമത നേരത്തെ വ്യക്തമാക്കിയത്. BJP പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് തന്റെ പിന്തുണയുണ്ടാവുമെന്നും അറിയിച്ചിരുന്നു. കോൺഗ്രസും CPM-ഉം BJPയെ ബംഗാളിൽ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണെന്ന് മമത ആരോപിച്ചിരുന്നു. പ്രതിപക്ഷം വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മമത ശക്തമായ പരാമർശം നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്.